നമസ്കാരം. ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ്. ചിങ്ങമാസം വർഷാരംഭമായി നാം ഏവരും കണക്കാക്കുന്നു. അതേപോലെ ചിങ്ങം കഴിഞ്ഞു വരുന്ന കന്നിമാസത്തിനും പ്രത്യേകതകളുണ്ട്. തടസ്സങ്ങൾ മാറുവാനും ദുരിതങ്ങൾ ഒഴിയുവാനും കന്നിമാസത്തിലെ ശനിയാഴ്ചകൾക്ക് വളരെയേറെ ശക്തി ഉണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ കന്നിമാസത്തിലെ ശനിയാഴ്ചകൾക്ക് അതീവ പ്രാധാന്യം വന്ന് ചേരുന്നതുമാണ്. എന്നാൽ നാളെ കന്നിയിലെ മറ്റൊരു ശനിയാഴ്ച എന്നതിലുപരി നാളെ ഏകാദശിയും ആയില്യവും ചേർന്ന് വരുന്നു എന്നതും പ്രത്യേകതയാകുന്നു. ഇത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. നാഗപ്രീതിയും വൈഷ്ണവ പ്രീതിയും ഒരുമിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്യപൂർവമായ ദിവസം. എന്നാൽ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. പിതൃപക്ഷത്തിൽ വരുന്ന ഏകാദശി എന്ന പ്രത്യേകത ഇന്ദിര ഏകാദശിക്ക് ഉണ്ടാകുന്നതുമാണ്. അതിനാൽ മറ്റ് ഏകാദശികളിൽ നിന്നും വ്യത്യസ്തമായി പിതൃപ്രീതി ജീവിതത്തിൽ വന്നു ചേരുവാനും ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ ഈ ഏകാദശിയോടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. നാളെ നാം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ജീവിതം ഒന്ന് പച്ച പിടിക്കുവാൻ, രക്ഷപ്പെടാൻ നാളെ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2:50 വരെ ഏകാദശി തിഥി വരുന്നതാകുന്നു. കൂടാതെ നാളെ വെളുപ്പിന് 1:20 മുതൽ ആയില്യം നക്ഷത്രം ആരംഭിക്കുന്നതുമാണ്. അതിനാൽ നാളെ രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ മഞ്ഞൾ സമർപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീട്ടിലെ ഏവരും നാളെ മഞ്ഞൾ തിലകം അണിയുന്നതും ചെത്തിപ്പുഷ്പം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷവും ഫലപ്രാപ്തി ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരവുമാണ്. രാവിലെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയതായ ആ തെറ്റുകൾ പൊറുക്കപ്പെടും. നിങ്ങൾക്ക് അത്തരം തെറ്റുകളിൽ നിന്നും മോചനം ലഭിക്കും എന്നതാണ് വാസ്തവം. ക്ഷേത്ര ദർശനത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നാളെ നാഗക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. എന്നാൽ അടുത്ത് നാഗക്ഷേത്രമില്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇരു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരവും ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നാഗപ്രീതിയും ശിവപ്രീതിയും വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു. നാഗദോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയുവാൻ, നാഗദോഷങ്ങൾ കുറയുവാനും ശനിദോഷം അഥവാ ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ കുറയുവാനും ദുരിതങ്ങൾ വിട്ടുമാറുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് നാളത്തെ ദിവസം ഇപ്രകാരം ചെയ്യുന്നത്. മീനൂട്ട് വഴിപാട് ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ആ വഴിപാട് നാളെ ചെയ്യുന്നതും അത് പിതൃപ്രീതിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനും സഹായകരം തന്നെയാകുന്നു. നാഗക്ഷേത്രത്തിൽ മഞ്ഞൾ സമർപ്പണം ചെയ്യുന്നതും എണ്ണ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം. നാഗങ്ങളുടെ അനുഗ്രഹത്താൽ നാൾക്ക് നാൾ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതുമാണ്. വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ നാളെ ദർശനം നടത്തുവാൻ നിങ്ങൾ ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏകാദശി കൂടി ആയതിനാൽ ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. നെയ്വിളക്ക് അതോടൊപ്പം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ സാധിക്കുന്നവരാണ് എങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ നടത്തുവാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ പ്രത്യേകിച്ചും ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നാളെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രത്യേകിച്ചും ഇവിടെ പരാമർശിക്കുന്നത് നാഗമന്ത്രത്തെക്കുറിച്ച് തന്നെയാണ്. നാളെ നാഗമന്ത്രം ജപിക്കുന്നതിലൂടെ ആ വീടുകളിൽ പ്രത്യേകിച്ചും നാഗങ്ങളുടെ അനുഗ്രഹത്താൽ ഉയർച്ച, സൗഭാഗ്യങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നും മോചനം, നാഗദോഷങ്ങളിൽ നിന്നും മോചനം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. നവനാഗ സ്തോത്രമാണ് നാളെ നിങ്ങൾ ജപിക്കേണ്ടത്. 108 ജപിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ഭാഗ്യവും മഹാഭാഗ്യവുമായി കണക്കാക്കാം. സാധിക്കുന്നവർ 108 തവണ ജപിക്കുക. സാധിക്കാത്തവർ 21, 11 തവണയായി ജപിക്കുക. രാവിലെയും അതേപോലെ വിളക്ക് തെളിയിക്കുന്നതായ സന്ധ്യാസമയത്തും
ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മന്ത്രം ഇപ്രകാരമാണ്: പിങ്ങലം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ എന്നാകുന്നു. പിങ്ങലം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥാ എന്നാണ്. ഈ മന്ത്രം നിങ്ങൾ 108 തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഉറങ്ങുന്നതിന് മുൻപായി തന്നെ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് ഈ മന്ത്രം ജപിക്കുക. തീരെ സാധിക്കാത്തവരാണ് എങ്കിൽ 9 തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകിച്ചും ഓർക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഒഴിയുന്നതിനും സന്താനങ്ങൾക്ക് ഉയർച്ച, കുടുംബ സൗഖ്യം, ഭാഗ്യം വർദ്ധിക്കുക, കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ശത്രുനാശം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരമായി തന്നെ വന്നു ചേരും. അത്രമേൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. നാളെ ഏകാദശി കൂടി ആയതിനാൽ തന്നെ ചില പ്രത്യേകമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ടതായ മന്ത്രം തന്നെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഭഗവാന്റെ ഏവരും ജപിക്കുന്നതായ അതിവിശേഷപ്പെട്ട മന്ത്രം. ഈ മന്ത്രം 108 ജപിക്കുന്നതും നാളെ ഭഗവാന്റെ അറിയാവുന്ന മറ്റ് മന്ത്രങ്ങൾ നിങ്ങൾക്ക് കഴിയാവുന്നത്ര തവണ ജപിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. നാളെ ക്ഷേത്രത്തിലിരുന്ന് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. നാളെ പിതൃക്കൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമായതിനാൽ തന്നെ പിതൃക്കളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഓം പിതൃദേവതായേ നമഃ എന്നാണ്. ഓം പിതൃദേവതായേ നമഃ, ഓം പിതൃദേവതായേ നമഃ 21 തവണ 21 ഉരു നിങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 108 ജപിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും. സന്താനങ്ങൾക്ക് ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ പിതൃപ്രീതി, നാഗപ്രീതി, ഭാഗ്യം വർദ്ധിക്കുക, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ നിങ്ങൾ തീർച്ചയായും നാളെ ഈ 3 മന്ത്രങ്ങളും ജപിക്കുക. ഏവർക്കും ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രങ്ങൾ തന്നെയാണ് ഇത്. കൂടാതെ നാളെ കാക്കയ്ക്കും മറ്റു പക്ഷി മൃഗാദികൾക്കും ആഹാരം നൽകുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും നാളെ നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത് ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യവും ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ അരിപാത്രത്തിന് താഴെയായി 1 രൂപ നാണയം ജലത്തിൽ കഴുകി വയ്ക്കുന്നതും അരിപാത്രം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്രകാരം ചെയ്യുന്നതും വളരെ ശുഭകരമാണ്. പ്രത്യേകിച്ചും നാളെ അരിപാത്രം തുടച്ച് വൃത്തിയാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിയുന്നതിനും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ ഭാഗ്യത്താൽ പണത്തെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ, രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സാധിക്കും. ഈ വിശേഷപ്പെട്ടതായ ദിവസം ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും.